അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ ചേർത്തലയിൽ ലോട്ടറി കടയിൽ കവർച്ച എന്നൊരു വാർത്ത വരുന്നുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ലോട്ടറി മോഷണം പോയി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ലോട്ടറി ഏജൻസിയുടെ കടയിൽ മോഷ്ടാവ് കയറി 2 ലക്ഷം രൂപയുടെ ലോട്ടറിയാണ് അടിച്ചുകൊണ്ട് പോയത്. ഗ്രില്ല് പൊളിച്ച് താഴേക്കിട്ട് ആ ഗ്രില്ലിലൂടെയാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത് ശരീരം മൊത്തം കോവിഡ് കാലത്തെ PPE കിറ്റ് പോലെ മറച്ചുകൊണ്ടാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയിരിക്കുന്നത്. റെയിൻകോട്ടാണെന്ന് മഴയത്ത് വന്നതായിരിക്കും. അതിസാഹസികമായി പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. 2 ലക്ഷം രൂപയുടെ ലോട്ടറിയാണ് അടിച്ചുകൊണ്ട് പോയത്. ശരത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത്ത്, ആ ദൃശ്യങ്ങൾ അയാൾ കരുതിക്കൂട്ടി നേരത്തെയൊക്കെ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു, ഇവിടെ ഇത്രയും ലോട്ടറി വന്നിട്ടുണ്ടെന്നും ഈ ലോട്ടറി ഇവിടെ ഉള്ളപ്പോഴും അല്ലേ? എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്? ഈ ലോട്ടറി കടയുടമ പറയുന്നത് എന്താണ് ശരത്? അരുൺകുമാർ, അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ചേർത്തല ബ്രദേഴ്സ് ലക്കി സെന്റർ ലോട്ടറി കടയിലാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ CCTV ദൃശ്യങ്ങളിൽ ഈ കടയെ കൃത്യമായി പരിചയമുള്ള, കടയും ആ പരിസരവും പരിചയമുള്ള ആൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതായത് ഈ കടയുടെ ഗ്രില്ലടക്കം തകർത്ത ശേഷം അകത്തേക്ക് കയറുന്നു. മുഖമുൾപ്പെടെ മറച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടയ്ക്കകത്തേക്ക് കയറിയത്. ഈ സീല് ചെയ്യാനായി കൊണ്ടുവച്ച ലോട്ടറികളാണ് ഇയാൾ കവർന്നിട്ടുള്ളത്. അതായത് ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപയുടെ ലോട്ടറി മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് കടയുടമ പറഞ്ഞിട്ടുള്ളത്. സീല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചതായിരുന്നു ഈ ലോട്ടറി. ഇത് ലോട്ടറി ഏജൻസിയാണ്. ഇവിടെ നിന്ന് ഇത്തരത്തിൽ സീൽ ചെയ്ത് മറ്റു ആളുകൾക്കൊക്കെ തന്നെ കൊടുക്കാറുള്ളതാണ്, വിൽപ്പനക്കാർക്ക് കൊടുക്കാറുള്ളതാണ്. അങ്ങനെ കൊണ്ടുവച്ച ലോട്ടറിയാണ് ഇപ്പോൾ കവർന്നത്. അതുപോലെ എന്തിനാണ് ഈ കവർച്ച നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. കാരണം ഇപ്പോൾ ഇത്രയും ലക്ഷം രൂപയുടെ ലോട്ടറി പോയതുകൊണ്ട് തന്നെ ആ നമ്പർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ എന്തിനാണ് കവർന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഓക്കെ, സീൽ ചെയ്യാത്ത ലോട്ടറിയാണ് ഇയാൾ അടിച്ചുകൊണ്ട് പോയത്. ഇനി ഇയാൾ എവിടെ കൊണ്ടുപോയി സീൽ ചെയ്യും? സീൽ ചെയ്യാത്ത ലോട്ടറി അടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ചങ്ങാതി, നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന ലോട്ടറി സീൽ ചെയ്യാത്ത ലോട്ടറിയാണ്. ആരോട് പറയാൻ?